ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് വരുന്നത് MET 203. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ വൈസ് ആണ് നമ്മൾ സോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഡിസംബർ 2022 മൊഡ്യൂൾ 2 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സബ്ജക്ട് കോഡ് MET 203. നമുക്കറിയാം KTU 3 hours ടൈമിലുള്ള 100 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സെക്കൻഡ് മൊഡ്യൂളിന്റെ സിലബസ് നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിന്റെ സിലബസിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഓയിലറിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ അപ്രോച്ചസ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ദെൻ 1 dimension, 2 dimension and 3 dimensional flow, steady, unsteady, uniform, non-uniform, laminar, turbulent, rotational, irrotational flows. Different types of flows are steady flow, unsteady flow, uniform flow, non-uniform flow, laminar, turbulent, then rotational and irrotational flows. Then different lines വരുന്ന streamlines, path lines, streak lines. Then streamlinesന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് stream tubes. Then velocity and acceleration in fluid, circulation and vorticity. Then next വരുന്നത് stream function, psi and potential function, phi. Then Laplace equation, then equipotential lines, flow nets and uses, flow nets ന്റെ uses and limitations. ഇതാണ് മൊഡ്യൂൾ 2 സിലബസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 2 പാർട്ട് എയിൽ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ആൻഡ് ഇറോട്ടേഷണൽ ഫ്ലോസ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ റൊട്ടേഷണൽ എഴുതുന്നതിന് 1.5 മാർക്സും ഇറോട്ടേഷണൽ ഫ്ലോസ് എന്താണെന്ന് എഴുതുന്നതിന് 1.5 മാർക്സും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷോ ദാറ്റ് ദി സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ഫോം എ നെറ്റ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ജോയിൻ ചെയ്യുന്ന രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ഷോ ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 മാർക്സിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ആൻഡ് ഇറോട്ടേഷണൽ ഫ്ലോസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും റൊട്ടേഷണലും ഇറോട്ടേഷണലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വോള് നമ്മളൊരു ജസ്റ്റ് ഒരു വോള് കൺസിഡർ ചെയ്യുക. അതിൽ കൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് ഒരു പൈപ്പിൽ കൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ പൈപ്പ് വോളിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെയാണ് ഈ താഴത്തെ ഈ പോർഷൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വോളിൻ്റെ അടുത്തേക്ക് വരുംതോറും ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ, അതായത് അത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒപ്പം അത് റൊട്ടേറ്റും കൂടെ ചെയ്യും. ഓക്കെ, ഇത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൊട്ടേഷണൽ ബൗണ്ടറി കഴിഞ്ഞിട്ടുള്ള അതായത് പൈപ്പിന്റെ വാളിന്റെ അടുത്ത് വരുന്ന പോർഷനിലാണ് നമ്മൾ പറഞ്ഞത് റൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കുന്നു. ദെൻ ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് വരുന്ന ആ ഒരു പോർഷനിൽ വരുന്നതാണ് ഈ റൊട്ടേഷണൽ ഫ്ലോ. ഈ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഫ്ലോ ഡയറക്ഷനിൽ മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അത് റൊട്ടേറ്റ് ചെയ്യില്ല. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് നോട്ട് റൊട്ടേറ്റിംഗ്. ഓക്കെ, റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അത് റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. Okay, rotational flow is that type of flow in which the fluid particles while flowing along a streamline also rotate about their own axis. അതായത് ഒരു സ്ട്രീം ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അത് സ്ട്രീം ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ അത് റൊട്ടേറ്റും കൂടെ ചെയ്യും. അതിനാണ് നമ്മൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. റൊട്ടേറ്റ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്, അതിൻ്റെ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, if the fluid particles while flowing along a streamline do not rotate about their own axis, then that type of flow is called irrotational flow. About its own axis അത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷണൽ ഫ്ലോ, about its own axis അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറോട്ടേഷണൽ ഫ്ലോ. ഓക്കെ, വോർട്ടിസിറ്റി ഇസ് ദി മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ റൊട്ടേഷനെ നമ്മൾ വോർട്ടിസിറ്റി വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇഫ് ദ വോർട്ടിസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലോ ഫീൽഡ് ഇസ് നോൺ സീറോ ആണെങ്കിലാണ് നമ്മൾ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്.
ഇഫ് ദ വോർട്ടിസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലോ ഫീൽഡ് ഈസ് നോൺ സീറോ വാല്യൂ, അതായത് സീറോ അല്ലാത്ത ഏതെങ്കിലും വാല്യൂസ് വരികയാണെങ്കിൽ അതിന് വോർട്ടിസിറ്റി ഉണ്ട്, അതായത് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ മീനിങ്. The fluid particle that happens to occupy that point in a space is rotating. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഫ്ലോ ഇൻ ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് റൊട്ടേഷണൽ. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ലൈക്ക് വൈസ് ഇഫ് ദ വോർട്ടിസിറ്റി ഇൻ ദ റീജിയൻ ഓഫ് ഫ്ലോ ഇസ് സീറോ, അതായത് ഇത് നോൺ സീറോ ആയിരുന്നു, ഇനി സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ദർ ആർ നോട്ട് റൊട്ടേറ്റിംഗ്, ദ ഫ്ലോ ഇൻ ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് ഇറോട്ടേഷണൽ. ഓക്കെ, അപ്പോൾ വോർട്ടിസിറ്റി നോൺ സീറോ ആണെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇറ്റ്സ് ഓൺ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യും, അതായത് വോർട്ടിസിറ്റി ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. വോർട്ടിസിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇനി വോർട്ടിസിറ്റി ഒരു സീറോ വാല്യൂ അല്ലെങ്കിൽ നെഗ്ലിജിബിളി സ്മോൾ, ചെറിയൊരു മൈന്യൂട്ടായിട്ട് സ്മോൾ വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ, അതായത് വോർട്ടിസിറ്റി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. സോ റൊട്ടേഷൻ അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഫ്ലോനെ നമ്മൾ പറയുന്നതാണ് ഇറോട്ടേഷണൽ ഫ്ലോ. Physically, fluid particles in a rotational region of flow rotate end over end as they move along in the flow. For example, fluid particles within the viscous boundary layer near a solid wall are rotational. നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചു, സോളിഡ് വോളിന്റെ അടുത്തുള്ളതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് റൊട്ടേഷണൽ ഫ്ലോയിൽ വരുന്നത്. ഓക്കെ, fluid particles within the viscous boundary layer near the solid wall. സോളിഡ് വോളിന്റെ നിയർ ആയിട്ട് വരുന്ന ഒരു വിസ്കസ് ബൗണ്ടറിയിലാണ് അവിടെ നോൺ സീറോ വോർട്ടിസിറ്റി ആയിരിക്കും. സോ അവിടെ റൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും നടക്കുക. വൈൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ. ഓക്കെ, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഈ ഒരു ബൗണ്ടറി ലെയറിന്റെ പുറത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊട്ടേഷണൽ ബൗണ്ടറി ലെയറിന്റെ പുറത്താണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷൻ ഉണ്ടായിരിക്കില്ല, അതായത് വോർട്ടിസിറ്റി അവിടെ സീറോ ആയിരിക്കും. സോ അവിടെ ഈ റൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഗർ വരയ്ക്കാം, ദെൻ വോളിന്റെ അടുത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വരച്ചിട്ട് അത് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം, ഫ്ലോ ചെയ്യുന്നതിന്റെ ഒപ്പം അത് റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. ദെൻ അതൊരു റൊട്ടേഷണൽ ബൗണ്ടറി ലെയർ റീജിയന്റെ ഉള്ളിലായിട്ട് അത് വരയ്ക്കാം. ദെൻ അതിന്റെ റൊട്ടേഷണൽ ബൗണ്ടറി ലെയറിന്റെ പുറത്തേക്കുള്ള പോർഷനിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അത് ഇറോട്ടേഷണൽ ഫ്ലൂയിഡ് ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഇറോട്ടേഷണൽ ഔട്ടർ ഫ്ലോ റീജിയൻ എന്നും കൂടെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട്, ഓക്കെ, ഇത് വെലോസിറ്റി പ്രൊഫൈലിന്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. വോളിൽ, അതായത് ഒരു പൈപ്പ് വോൾ എടുക്കുകയാണെങ്കിൽ അവിടെ സീറോ ആയിരിക്കും വെലോസിറ്റി, ദെൻ അത് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ആ ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റൊട്ടേഷണൽ ഫ്ലോ എന്താണെന്ന് എഴുതണം. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺ ആക്സിസിൽ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇറ്റ്സ് ഓൺ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് ഓൺ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ ഇറോട്ടേഷണൽ എന്ന് പറയും. ദെൻ വോർട്ടിസിറ്റി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വോർട്ടിസിറ്റി നോൺ സീറോ വാല്യൂ ആണെങ്കിലാണ് നമ്മൾ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുള്ളൂ. ഇനിയിപ്പോൾ വോർട്ടിസിറ്റി സീറോ അല്ലെങ്കിൽ മൈനർ ചെറിയ വാല്യൂ എന്തെങ്കിലും ആണെങ്കിൽ, നെഗ്ലിജിബിളി സ്മോൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ ഇറോട്ടേഷണൽ ഫ്ലോ എന്നാണ് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ഫോം എ നെറ്റ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. അതായത് സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും വരയ്ക്കുമ്പോൾ നമ്മൾ ആ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്സിൽ 90 ഡിഗ്രി ആണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. സോ 90 ഡിഗ്രി ആണ് ഷോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഫൈ. ഓക്കെ, എ ലൈൻ അലോങ് വിച്ച് ദി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഇസ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഫൈ. ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എ ലൈൻ അലോങ് വിച്ച് ദി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഇസ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡി ഫൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷിയേറ്റ് നമുക്ക് 0 ആണ് വരാം. ഓക്കെ, അപ്പോൾ ഡി ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൽ ഫൈ എന്ന് പറയുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഡി ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോൺസ്റ്റന്റ് സ്ട്രീം ഫംഗ്ഷൻ ഇസ് കോൾഡ് സ്ട്രീം ലൈൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് സൈ ആവും. സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ സൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, സൈ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ലൈൻ ഓഫ് കോൺസ്റ്റന്റ് സ്ട്രീം ഫംഗ്ഷൻ ഇസ് കോൾഡ് സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്ട്രീം ഫംഗ്ഷൻ വരുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും,
ഓക്കെ, നമ്മളിപ്പോൾ ഈ ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് സ്ട്രീം ലൈൻസ് ആയിട്ട് എടുക്കും. ഈ ഫോം ചെയ്തിരിക്കുന്ന ഈ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു നെറ്റിനെ പറയുന്ന പേരാണ് ഫ്ലോ നെറ്റ്. ഫ്ലോ നെറ്റ് എന്നാണ് ഈ സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത്. അതായത് അതും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷോ ചെയ്യാനാണ്. ഷോ ദാറ്റ് സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ഫോം എ നെറ്റ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് ഷോ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്നാലും നമുക്കറിയാം അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഫിഗർ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സ്ട്രീം ലൈൻസിൽ സൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സൈ എന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി സൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഡി സൈ എന്ന് പറയുന്നത് 0 വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി കൺസിഡർ 2 കർവ്സ്. ഫൈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും സൈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രീം ലൈൻസും കൺസിഡർ ചെയ്യുക. അതായത് അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇതിപ്പോൾ ഒരു സ്ട്രീം ലൈൻ ആണെങ്കിൽ, ഇത് സ്ട്രീം ലൈൻ ആണെങ്കിൽ ഈ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ഇവിടെ മേക്ക് ചെയ്യുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പും, അതായത് ഇക്വിപൊട്ടൻഷ്യൽ ലൈനിന്റെ സ്ലോപ്പും സ്ട്രീം ലൈനിന്റെ സ്ലോപ്പും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്, അതായത് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി ഫോം ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx. ഓക്കെ, dy/dx ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ dy/dx നമ്മൾ സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് dy/dx എന്ന്. ഓക്കെ, അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈനിന്റെ സ്ലോപ്പ്, ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഈ ഒരു സ്ട്രീം ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy/dx ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ഇൻറ്റു dy/dx ഓഫ് സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ലൈനിന്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ സ്ട്രീം ലൈൻസിന്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 വാല്യൂ വരാണെങ്കിലാണ് ഈ രണ്ട് ലൈൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഫൈ കോൺസ്റ്റന്റ്, ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൽ ഫൈ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഡി ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഫൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് വാല്യൂ വരാം. സോ ഡി ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റഡി ഫ്ലോന്റെ കേസിൽ ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ, ഫൈ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഇത് ജസ്റ്റ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അത് എങ്ങനെ വന്നേന്ന് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 3 മാർക്സ് ഉള്ളൂ. സോ ഡയറക്റ്റ് സ്ലോപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ദെൻ സ്ലോപ്പ് ഓഫ് ദി സ്ട്രീം ലൈനും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആൻസർ വരുന്നു എന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഭയങ്കര ലെങ്തി ആയിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഒരു 6 മാർക്സിന് അങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ സെയിം തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ലോപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ആണ്. സ്ലോപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ∂y/∂x ഇസ് ഈക്വൽ ടു, നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻ ആണ്. ഇക്വിപൊട്ടൻഷ്യലിന്റെ കേസിൽ ∂φ/∂x എന്ന് പറയുന്നത്, ഓക്കെ ഇവിടെ തിരിച്ചാണ് എഴുതിയത്. ∂φ/∂x എന്ന് പറയുമ്പോൾ -uവും ∂φ/∂y എന്ന് പറയുമ്പോൾ -v ആണ്. ഓക്കെ, ഇതിന്റെ റിവേഴ്സ് ആണ് ഇവിടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിപൊട്ടൻഷ്യലിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ∂y/∂x ആണ് സ്ലോപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എടുക്കേണ്ടത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. u is equal to -∂φ/∂x ഉം v is equal to -∂φ/∂y എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ അതിൽ നിന്ന് നമ്മൾ ∂y/∂x ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ∂y/∂x is equal to അതായത് ഈ രണ്ട് ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ അതായത് ∂φ/∂x ഡിവൈഡഡ് ബൈ ∂φ/∂y. ഓക്കെ, അപ്പോൾ
ഓക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇൻറ്റു ഇത് റിവേഴ്സ് ആയിരിക്കും. സോ ഡോ വൈ ബൈ ഡോ ഫൈവ് എന്നാവും. ഓക്കെ ഇത് റേഷണൽ ടേംസിനെ നമ്മൾ ഓക്കെ ഒരു വട്ടം കൂടെ എഴുതാം. ഫസ്റ്റത്തെ ഇക്വേഷൻ u is equal to മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ദെൻ v is equal to മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ എന്നാണ്. ഓക്കെ അപ്പം അതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്ന് എഴുതി. ദെൻ ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ഫൈവ് ബൈ ഡോ വൈ. ഓക്കെ അപ്പോൾ ഇതിൽ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഫൈവ് ആവും. ഓക്കെ ഇതിങ്ങനെ മാറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും റേഷണൽ ടേംസ് ആണ്. സോ റേഷണൽ ടേംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. ഓക്കെ ഇതിൽ ഡോ ഫൈവും ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഫൈനലി ആൻസർ വരുമ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ് എന്നാണ് ആൻസർ വരാം. ഓക്കെ അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. ഓക്കെ ഇപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സിൻ്റെ മൈനസ് യു ബൈ മൈനസ് വി. ഓക്കെ അപ്പോൾ ഇവിടെ യു ബൈ വി എന്നായിരിക്കും. നെഗറ്റീവും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് യു ബൈ വി ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. യു ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു എന്നും പറയാം. അതായത് ഇത് ഈ മൈനസ് സൈൻ വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു ദെൻ ഡോ ഫൈവ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി. ഓക്കെ അതിന് രണ്ടിനും നമ്മൾ ഇക്വേഷൻ 1 and 2 എന്ന് കൊടുത്തു. ദെൻ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ലോപ്പിൻ്റെ ടേംസിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് എന്നുള്ള ടേമിൽ കിട്ടും. ഓക്കെ അപ്പോൾ അത് ഡോ വൈ ബൈ ഡോ എക്സിൻ്റെ ടേമിൽ കിട്ടുമ്പോൾ യു ബൈ വി ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ്റെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ സിമിലർലി നമ്മൾ സ്ട്രീം ഫംഗ്ഷൻ്റെ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന രണ്ട് ഫോർമുലാസ് ആണ്. ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വിയും ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു. ഓക്കെ ഇവിടെ രണ്ടിലും ഇക്വിപൊട്ടൻഷ്യലിൻ്റെയും സ്ട്രീം ലൈൻ്റെയും ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വിപൊട്ടൻഷ്യലിലാവുമ്പോൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു, അതായത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി തന്നെയാണ് വരുന്നത്. ദെൻ ഡോ ഫൈവ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്, ബട്ട് നെഗറ്റീവ് സൈൻ വരും. ഓക്കെ ദെൻ അതേപോലെ ഡോ സൈ ബൈ ഡോ എക്സിൽ എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ പക്ഷേ ആൻസർ സ്ട്രീം ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് വരുന്നത് വി ആയിരിക്കും, അതായത് വൈ ഡയറക്ഷനിലായിരിക്കും വരാം. ഇനി സൈ ഫംഗ്ഷൻ്റെ വൈ ഡയറക്ഷനിൽ എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് വരാം. ഓക്കെ അപ്പോൾ ഇവിടെ ആവുമ്പോൾ രണ്ടും നെഗറ്റീവ് ആണ്. ഇക്വിപൊട്ടൻഷ്യലിൻ്റെ മറ്റേ ഡോ ഫൈവ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എക്സ് ഡയറക്ഷനിലെ മൈനസ് യുവും വൈ ഡയറക്ഷനിലെ മൈനസ് വിയും ആണ് വരുന്നത്. ഓക്കെ സ്ട്രീം ഫംഗ്ഷൻ്റെ എക്സ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആണ്, അതായത് എക്സ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് കിട്ടുന്നത്, അതായത് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് വി. ഓക്കെ ഡോ ഫൈവ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളതാണ് കിട്ടുക, പ്ലസ് എക്സ്ട്രാ ഒരു മൈനസ് സൈനും കൂടെ വരും. ഓക്കെ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ബൈ ഹാർട്ട് അറിയേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ്. ഓക്കെ അപ്പോൾ അതേ ഇതിലിപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി ദെൻ ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു. ഓക്കെ ഇനി അതിൽ നിന്ന് നമ്മൾ സ്ലോപ്പിൻ്റെ ഫോമിലേക്ക് വരുത്തുമ്പോൾ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യാം. ഓക്കെ അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ സൈ ബൈ ഡോ വൈ. ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ മൈനസ് യു. ഓക്കെ അപ്പോൾ ഇതിൽ ആൻസർ വരുന്നുണ്ടാവുക ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഓക്കെ ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഓക്കെ ആദ്യത്തെ സ്ലോപ്പ് നമുക്ക് കിട്ടിയത് യു ബൈ വി ആയിരുന്നു. ദെൻ രണ്ടാമത്തെ സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത് മൈനസ് വി ബൈ യു എന്നാണ്. ഓക്കെ പിന്നെ ഈ രണ്ട് സ്ലോപ്പിൻ്റെയും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ് ആൻസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ രണ്ട് ലൈൻസും സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ആദ്യത്തെ സ്ലോപ്പ് വന്നത് യു ബൈ വി ആണ്. ദെൻ രണ്ടാമത്തെ സ്ലോപ്പ് വന്നത് മൈനസ് വി ബൈ യു ആണ്. ഓക്കെ അപ്പോൾ യുവും ക്യാൻസൽ ആയിപ്പോയി, വിയും ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഫൈനലി -1 ആണ് നമുക്ക് ആൻസർ വന്നത്. ഓക്കെ ദ പ്രൊഡക്റ്റ് ഓഫ് ദി സ്ലോപ്സ് ഓഫ് ദീസ് ടു കർവ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇസ് -1. ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സ്ലോപ്പിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് -1 ആണ് ആൻസർ വന്നത്. സോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദീസ് ടു സെറ്റ്സ് ഓഫ് കർവ്
അതായത് സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ഇന്റർസെക്ട് ഈച്ച് അതർ ഓർത്തോഗണലി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഓർത്തോഗണലി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് മീറ്റ് ചെയ്യുന്നത് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, എല്ലാ ഇന്റർസെക്ഷനിലും അത് ഓർത്തോഗണലി ആണ് മീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്തത് ഇക്വിപൊട്ടൻഷ്യൽ, നമ്മളിത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് സ്ട്രീം ലൈൻ എന്താണെന്ന് എഴുതാം. ദെൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്താണെന്ന് എഴുതാം. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ. ദെൻ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ. ഓക്കെ, ഇനി ഈ രണ്ട് ലൈൻസിന്റെയും സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -1 വരാണെങ്കിൽ നമുക്ക് പറയാം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്തു. ഇക്വിപൊട്ടൻഷ്യലിന്റെ യുവും വിയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതേപോലെ തന്നെ ∂φ/∂xന്റെയും ∂φ/∂yന്റെ ഇക്വേഷൻ, അതേപോലെ സ്ട്രീം ഫംഗ്ഷന്റെ ∂ψ/∂xും ∂ψ/∂y ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു 4 ഇക്വേഷൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് അതിന്റെ ∂y/∂x ഫൈൻഡ് ഔട്ട് ചെയ്ത് സ്ലോപ്പ് ഫസ്റ്റ് ഇക്വിപൊട്ടൻഷ്യലിന്റെ സ്ലോപ്പ് u/v കിട്ടും. ദെൻ സ്ട്രീം ഫംഗ്ഷന്റെ സ്ലോപ്പ് -v/u കിട്ടും. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരാം -1 എന്ന് വരും. ഓക്കെ, അപ്പൊ -1 വരുമ്പോൾ എല്ലാ ഇന്റർസെക്ഷനിലും അത് മീറ്റ് ചെയ്യുന്നത്, രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോ തൊട്ട് മുമ്പ് സോൾവ് ചെയ്ത ആ ക്വസ്റ്റ്യന്റെ തന്നെ 6 മാർക്സിന് ചോദിച്ചിരിക്കുകയാണ്. Show that the product of the slope of equipotential line and slope of constant stream function line at the point of intersection is -1. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പ് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും എങ്ങനെയാണെന്ന് വരച്ചു. ഓക്കെ, അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് വെലോസിറ്റി കോഎഫിഷ്യന്റ് φ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ φ = c ആണെങ്കിൽ ഈ ലൈനിലും φ = c ആണ്. ഓക്കെ, c1 c2 ദെൻ ഇതിൽ c3. ഓക്കെ, അങ്ങനെ ഓരോ ലൈൻസിലും ഫൈയുടെ വാല്യൂ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ സ്ട്രീം ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ ലൈൻസിൽ സ്ട്രീം ഫംഗ്ഷൻ സൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ സെയിം ഡെഫിനിഷൻസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇനി agreed obtained by drawing the series of streamlines and equipotential line is known as flow net. ഓക്കെ, നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്ന സെയിം ഡെഫിനിഷൻ ആണ്. സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഫ്ലോ നെറ്റ് ആണ് കിട്ടാം. ഓക്കെ, ഫ്ലോ നെറ്റ് ആണ് കിട്ടാം. ആ രണ്ട് സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ജോയിൻ ചെയ്ത് വരുന്ന ആ ടോട്ടലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഡയഗ്രത്തിനെ പറയുന്ന പേരാണ്, ആ ഒരു ഗ്രിഡിനെ പറയുന്ന പേരാണ് ഫ്ലോ നെറ്റ്. The property of the stream function is that difference of its values at 2 points represents the flow across any line joining the points. Okay, stream function എന്ന് പറയുമ്പോൾ ആ രണ്ട്, നമ്മൾ ഇവിടുത്തെ സ്ട്രീം ഫംഗ്ഷൻ എടുക്കുമ്പോൾ ആ രണ്ട് ലൈൻസിലെയും ഇതാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഫ്ലോയിന്റെ ഡിഫറൻസ് ആണ് അവിടെ കിട്ടുക. Therefore, when 2 points lie on the same stream line, സെയിം സ്ട്രീം ലൈനിലുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ there is no flow across the streamline. The difference between the streamlines. ഓക്കെ, നമ്മളൊരു ഒറ്റ ലൈനിൽ തന്നെ രണ്ട് പോയിന്റ്സ് എടുത്ത് അവിടുത്തെ ഡിഫറൻസ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രീം ലൈൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രീം ഫംഗ്ഷന്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിലെ സ്ട്രീം ഫംഗ്ഷൻ എടുത്തു, ദെൻ ഈ ഒരു പോയിന്റിലെ സ്ട്രീം ഫംഗ്ഷൻ എടുത്തു, അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ψ1 - ψ2 എന്ന് പറയുന്നത് 0 ആയിരിക്കും വരാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് മീൻസ് ദാറ്റ് സ്ട്രീം ലൈൻസ് ഇസ് ഗിവൺ ബൈ ദി ψ കോൺസ്റ്റന്റ്. ψ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരൊറ്റ സിംഗിൾ ലൈൻ എടുത്ത് അതിലെ സ്ട്രീം ഫംഗ്ഷന്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടുള്ളൂ. കാരണം സൈഡ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു സ്ട്രീം ലൈനിൽ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. Similarly, phi is constant represents a curve for which the velocity potential is same at every point. ഇപ്പോൾ ഈ സ്ട്രീം ഫംഗ്ഷന്റെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു
ലൈൻ എടുത്ത് ഒരു സിംഗിൾ ലൈൻ എടുത്ത് ഓക്കെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഈ ഒരു സിംഗിൾ ലൈൻ എടുത്ത് ഇതിലത്തെ പോയിന്റ്സ് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 0 ആയിരിക്കും വരാം. അതായത് d5 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു ലൈനിൽ ഫൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ഫൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനിൽ എവിടെ എടുത്താലും ഈ ഒരു പോയിന്റിൽ എടുത്താലും സൈഡ് വാല്യൂ സെയിം ആണ്. ഇവിടെ എടുത്താൽ ഫൈയുടെ വാല്യൂ സെയിം ആണ്. ഇവിടെ അങ്ങനെ ഈ ഒരു ലൈനിൽ മൊത്തം ഫൈ നമ്മൾ ഏത് പോയിന്റിൽ എടുക്കുകയാണെങ്കിലും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ അപ്പോൾ രണ്ട് കോൺസ്റ്റന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു 0 വാല്യൂ ആയിട്ടാണ് കിട്ടുക. ഓക്കെ അതിപ്പോൾ ഇവിടെ ഒരു വാല്യൂ 5 ആണ്, ഇവിടെയും 5 ആണ്. ദെൻ 5 - 5 നമുക്ക് 0 ആണ് കിട്ടുക. അതായത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടും. ഓക്കെ കൺസിഡർ two curves phi is equal to constant and psi is equal to constant intersecting each other at any point. ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാണ്, ഡെറിവേഷൻ നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യം തന്നെ നമ്മൾ രണ്ട് കർവ്സ് എടുക്കാം. അതായത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസിന്റെ കർവും സ്ട്രീം ലൈൻസിന്റെ കർവും എടുക്കാം. ഓക്കെ ഇപ്പോൾ ഇവിടെ phi is equal to constant, ദെൻ ഈ ലൈൻസിൽ psi is equal to constant. ഓക്കെ അങ്ങനെ രണ്ട് ക്രോസിംഗ് ഫ്ലോ നെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇന്റർസെക്റ്റിംഗ് അറ്റ് ഈച്ച് അതർ അറ്റ് എനി പോയിന്റ്, അതായത് ഏതെങ്കിലും പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ അപ്പോൾ അതിനാദ്യം ഫസ്റ്റ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എടുക്കുകയാണ്. ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൽ സൈഡ് വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ സൈ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഫൈ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡി ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ ഫോർ സ്റ്റഡി ഫ്ലോയിൽ ഫൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ സ്റ്റഡി ഫ്ലോയുടെ കേസിൽ ഓക്കെ യൂഷ്വലി സൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ടി ആണ്. ഓക്കെ ഇനി സ്റ്റഡി ഫ്ലോയുടെ കേസിൽ നമുക്കറിയാം ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് ഒന്നും വാരി ചെയ്യില്ല. സോ ഫൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ഓ, അങ്ങനെയാണ് ഫൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ അപ്പം ഇനി ഡി ഫൈ എന്ന് പറയുന്നത് ഡി ഫൈ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ ഡി ഫൈ എന്ന് പറയുന്നത് ഫൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു. സോ ഡി ഫൈ എന്ന് പറയുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ആയിരിക്കും. ഓക്കെ സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ ദെൻ നമുക്ക് അറിയാം ഡി ഫൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ ഇനി ഇതിൽ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തതല്ല, നമ്മൾ എടുത്ത ഒരു കൺസെപ്റ്റ് ആണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് മൈനസ് യു ഇൻറ്റു ഡി എക്സ്, ഈ ഡി എക്സ് എടുത്ത് എഴുതാണ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ. ഓക്കെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് വി ആയിരുന്നു. ഓക്കെ അപ്പം മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്നാവുമ്പോൾ വി എന്നാവും. ഓക്കെ വി ഇൻറ്റു ഡി വൈ. ഓക്കെ അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് യു ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഓക്കെ അപ്പോൾ അതിൽ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് യു, ഈ മൈനസ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി. ഓക്കെ അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് മൈനസ് യു ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഡി വൈ എന്ന് വന്നത്. ഓക്കെ ഇനി അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി വിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ മൈനസ് യു ബൈ വി. ഓക്കെ അപ്പോൾ അത് ഇക്വിപൊട്ടൻഷ്യലിൻ്റെ ആയി. ഇനി നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ്റെ ചെയ്യുമ്പോൾ സ്ട്രീം ലൈനിലും സിമിലർലി സ്ട്രീം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഡി ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ ഡി സൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യലിൽ ഫൈയും സ്ട്രീം ഫംഗ്ഷനിൽ സൈയും ആണ്. ഓക്കെ അപ്പോൾ സ്റ്റഡി ഫ്ലോന്റെ കേസിൽ അഗെയിൻ സൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആണ്. ഓക്കെ സൈ ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ടൈം ആണ്. ദെൻ ഇത് സ്റ്റഡി ഫ്ലോ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ആവില്ല. സോ എക്സ് കോമ വൈയുടെ ഫംഗ്ഷനിലാണ് സൈയുടെ വാല്യൂ വരുന്നത്. ഓക്കെ ഇനി ഡി സൈ ഈസ് ഈക്വൽ ടു ഡി സൈ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഡി ഫൈ പറഞ്ഞ പോലെ തന്നെ
dou psi by dou x into dx plus dou psi by dou y into dy is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വിയും ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വി ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് മൈനസ് യു ഇൻറ്റു ഡി വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇക്യു പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമുക്ക് മൈനസ് യു ബൈ വി ആ വന്നത്. സ്ട്രീം ലൈനിൻ്റെ കേസിൽ നമുക്ക് വി ബൈ യു ആ വന്നത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനെയും പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ -1 വരികയാണെങ്കിൽ നമുക്ക് പറയാം അത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് സൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ഫൈയുടെ വന്നത് മൈനസ് യു ബൈ വി ആയിരുന്നു. മൈനസ് യു ബൈ വി ഇൻറ്റു വി. സൈഡ് വന്നത് വി ബൈ യു ആയിരുന്നു. സോ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ -1 എന്ന് വരും. ഓക്കെ, therefore the product of the slopes of these two curves at any point of intersection is -1, which indicates that two sets of curve, അതായത് സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ഇന്റർസെക്ഷൻസിൽ മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇന്റർസെക്ഷൻസിൽ ഇതിപ്പോൾ സ്ട്രീം ലൈൻസ് സൈസ് ഈക്വൽ ടു 0 എടുത്തു, ദെൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ വെലോസിറ്റി ഫംഗ്ഷൻ 0 എടുത്തു. ഓക്കെ, ദെൻ ഇത് മീറ്റ് ചെയ്യുന്ന ഈ ഇന്റർസെക്ഷൻസിൽ മീറ്റ് ചെയ്യുന്ന ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ പാർട്ട് എയിൽ നിന്ന് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് എയിൽ നമ്മൾ ഡയറക്റ്റ് ആ യുവും വിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഡയറക്റ്റ് സ്ലോപ്പിന്റെ ഇക്വേഷൻ എടുത്ത് അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക ചെയ്തത്. ഓക്കെ, ഇത് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് ഡിറൈവ് ചെയ്യണം. ഓക്കെ, അതിന് ആദ്യം തന്നെ d phi is equal to 0 എന്നറിയാം. then phi is the function of x, y ആണ്. then d phi is equal to dou phi by dou x into dx plus dou phi by dou y into dy which is equal to 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. then അതിൽ നമ്മുടെ യുവിൻ്റെയും വിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്ലോപ്പ് എന്ന് പറയുന്നത് dy by dx. ഓക്കെ, എന്നിട്ട് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് ഇക്യു പൊട്ടൻഷ്യലിന്റെ കേസിൽ. ഇനി സ്ട്രീം ലൈനിന്റെ കേസിൽ പ്രൂവ് ചെയ്യുമ്പോൾ സൈസ് ദി ഫംഗ്ഷൻ ഓഫ് x, y ആണ്. ദെൻ ഡി സൈ ഈസ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അതിൽ ഡോ സൈ ബൈ ഡോ എക്സിനും ഡോ സൈ ബൈ ഡോ വൈക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി നമുക്ക് സ്ലോപ്പ് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ബൈ യുന്ന് ആൻസർ വരും. ഓക്കെ, ഇനി ഈ രണ്ട് സ്ലോപ്പും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് -1 ആൻസർ വരാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ടും ഇന്റർസെക്ഷൻസിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് -1 വന്നു. സോ ഇന്റർസെക്ഷനിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി പാർട്ട് ബിയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, എ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡ് ഈസ് ഗിവൺ ബൈ v is equal to x square y I cap plus y square z j cap minus 2xyz plus yz square k cap. ഓക്കെ, നമുക്കൊരു ഫ്ലോ ഫീൽഡിലെ ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദി ഫ്ലോ ഫീൽഡ് represents a possible case of steady incompressible fluid flow. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ ഒരു ഫ്ലോ ഫീൽഡിലാണ് അത് വരുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ അതിൻ്റെ ഉള്ളിൽ ഫ്ലോ ഫീൽഡിൽ വരുന്നതാന്ന് നമുക്കാണെങ്കിൽ പറയാം. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡിൽ
വരാമെന്ന് പറയാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ ആ ഒരു ഫീൽഡിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതില് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു വെലോസിറ്റിയിലെ ഐ ക്യാപ്പ്, അതായത് ഇത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്. സോ യു, ഓക്കെ, അപ്പോൾ യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. ഓക്കെ, ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്. സോ ഇതാണ് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വരുന്നത്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ സെഡ്. ദെൻ കെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ സെഡ് ഡയറക്ഷനിലുള്ളതാണ്. സോ ഇതാണ് സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് 2xyz പ്ലസ് വൈ സെഡ് സ്ക്വയർ. ഓക്കെ ഓക്കെ, അപ്പോൾ യു വി ആൻഡ് ഡബ്ല്യു നമുക്ക് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്നാണ്. സോ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x, ദെൻ വൈ ഇറക്കി എഴുതി. ഇനി ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ സെഡ് എന്നാണ്. സോ വൈ സ്ക്വയറിനെ 2y, വൈ സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y എന്ന് കിട്ടും. 2y ഇൻറ്റു സെഡ്. ഓക്കെ, ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ മൈനസ് 2xy. ഓക്കെ, സെഡിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് മൈനസ് y ഇൻറ്റു സെഡ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2z. ഓക്കെ, അപ്പം നമ്മളിത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡിലാണ് ഈ ഒരു ഫ്ലൂയിഡ് വരുന്നതെന്ന് പറയാം. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് 2xy പ്ലസ്, ഓക്കെ, നമ്മളിത് ഈ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് 2xy പ്ലസ് ഡോ വി ബൈ ഡോ വൈ 2yz, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് 2xy മൈനസ് 2yz ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2xyയും മൈനസ് 2xyയും കട്ട് ചെയ്ത് പോയി, 2yzഉം മൈനസ് 2yzഉം കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ആൻസർ കിട്ടിയത് 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദ ഫ്ലോ ഫീൽഡ് റെപ്രസെന്റ്സ് എ പോസിബിൾ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി, തേർഡ് ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ അറ്റ് പോയിന്റ് 2,1,3. ആ ഒരു പോയിന്റിലെ വെലോസിറ്റിയും ആക്സിലറേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അറ്റ് പോയിന്റ് 2, v അറ്റ് പോയിന്റ് 2,1,3. ഓക്കെ, അപ്പോൾ അതിൽ എക്സ് വരുന്നത് എക്സ് ഡയറക്ഷനിൽ 0.2, വൈ ഡയറക്ഷനിൽ 1, ദെൻ സെഡ് ഡയറക്ഷനിൽ 3. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു എക്സ് വൈ ആൻഡ് സെഡ് വാല്യൂ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ എന്നാണ്. സോ 2 സ്ക്വയർ ഇൻറ്റു 1 ഐ ക്യാപ് പ്ലസ് വൈ സ്ക്വയർ സെഡ്, വൈയുടെ വാല്യൂ 1 ആണ്. സോ 1 സ്ക്വയർ ഇൻറ്റു സെഡ് 3. ഓക്കെ, ഇൻറ്റു ജെ ക്യാപ് മൈനസ് 2xyz, 2 ഇൻറ്റു എക്സ് 2 ആണ്, വൈയുടെ വാല്യൂ 1, ദെൻ 3 പ്ലസ് വൈ സെഡ് സ്ക്വയർ, വൈയുടെ വാല്യൂ 1, സെഡ് സ്ക്വയർ 3 സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 1, സെഡ് ഇസ് ഈക്വൽ ടു 3 എന്നായിരുന്നു. ഓക്കെ, 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1, 2 ഇൻറ്റു 1 ഇൻറ്റു 3 പ്ലസ് വൈ സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 3 സ്ക്വയർ കെ ക്യാപ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ് മൈനസ്, ഇത് ചെയ്യുമ്പോൾ 12 പ്ലസ് 9 21 കെ ക്യാപ് എന്നായിരിക്കും വാല്യൂ. വിയുടെ വെലോസിറ്റി വെക്ടർ വരുന്നത് 4i പ്ലസ് 3j ക്യാപ് പ്ലസ് മൈനസ് 21 കെ ക്യാപ് എന്നായിരിക്കും വെലോസിറ്റി വെക്ടർ വരുന്നത്. ഓക്കെ, ഇതിൽ റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ
resultant velocity is equal to v is equal to root of u square plus v square plus w square. Okay, അപ്പോൾ ഇതിൽ u വന്നത് 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 21 സ്ക്വയർ. ഇപ്പോൾ നമ്മൾ റിസൾട്ടൻറ്റ് വെലോസിറ്റി റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 21 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടാവാം 21.587 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടൻറ്റ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള 3 ഇക്വേഷൻസ് ആണ്. ഒന്ന് എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ, 3 ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം യു ഇൻറ്റു എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ടേമിൽ ഡോ യു എല്ലാ ടേമിലും എക്സ് ഡയറക്ഷനിൽ ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 3ലും കോമൺ ആയിട്ട് ഡോ യു വരുന്നുണ്ടാവും. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ് യു, സോ അതിൽ 3ലും കോമൺ ആയിട്ട് ഡോ യു വരുന്നുണ്ടാവും. ഓക്കെ, ഇനി വൈ ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഈ ടേംസ് എല്ലാത്തിലും സെയിം ആയിട്ടാണ് വരാം. യു ഇൻറ്റു 1 ബൈ ഡോ എക്സ്. ഓക്കെ, ഇതിൽ വി ഇൻറ്റു 1 ബൈ ഡോ വൈ. ഓക്കെ, ഇത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരാം. ഇനി അതേപോലെ ഡബ്ല്യു ഇൻറ്റു 1 ബൈ ഡോ സെഡ്. ഓക്കെ, ഇതിലും കോമൺ ആയിട്ട് വരാം. ഓക്കെ, പിന്നെ എ വൈ എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ആണ്. സോ ഇവിടെ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ് 3ലും എഴുതുക. ഡോ വി ആണ് വരാം. ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം 3ലും സെയിം ആണ്. യു ഇൻറ്റു 1 ബൈ ഡോ എക്സ്, യു ഇൻറ്റു 1 ബൈ ഡോ എക്സ്, യു ഇൻറ്റു 1 ബൈ ഡോ എക്സ്. ചേഞ്ച് വരുന്നത് ഡോ യു, ഡോ വി, ഡോ ഡബ്ല്യുവിനാണ്. ഓക്കെ, ഇപ്പോൾ എക്സ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഡോ യു വന്നത്. വൈ ഡയറക്ഷനിലായതുകൊണ്ട് ഡോ വി, ദെൻ സെഡ് ഡയറക്ഷനിലായതുകൊണ്ട് ഡോ ഡബ്ല്യു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ആക്സിലറേഷൻ അറ്റ് പോയിന്റ് 2,1,3 2,1,3 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിനാദ്യം തന്നെ u is equal to x square y, u is equal to x square y, then v is equal to y square z, then w is equal to minus 2xyz plus yz square, minus 2xyz minus yz square. ഓക്കെ, ആ മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ yz square. ഓക്കെ, അപ്പോൾ യു വി എൻ ഡബ്ല്യു ഉണ്ട്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡോ യു ബൈ ഡോ എക്സ്, അതായത് ഡോ യു ബൈ ഡോ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ സെഡ്, ദെൻ അതേപോലെ ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ. ഈ ടേംസ് ഒക്കെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം യുവിൻ്റെ തുടങ്ങും. അപ്പോൾ യുവിൻ്റെ എടുക്കുമ്പോൾ ആദ്യം ഡോ യു ബൈ ഡോ എക്സ്. ഓക്കെ, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ വൈ ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x, ദെൻ ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ദെൻ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, സോ എക്സ് സ്ക്വയർ ഇൻറ്റു 1. ഇനി ഡോ യു ബൈ ഡോ സെഡ് ആണ് ലാസ്റ്റത്തെ. ഇതിൽ സെഡിന്റെ ടേം ഇല്ല, എക്സ് സ്ക്വയർ വൈ ആണ്. സോ സെഡിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ ഇതിൽ എക്സിന്റെ ടേം ഇല്ല. സോ എക്സിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി പോയി. ദെൻ ഡോ വി ബൈ ഡോ വൈ. ഡോ വി ബൈ ഡോ വൈ എടുക്കുമ്പോൾ ഇതിൽ വൈ സ്ക്വയർ ഉണ്ട്, സെഡ് കോൺസ്റ്റന്റ് ആണ്. സോ സെഡ് ഇൻറ്റു വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y. സോ 2yz. ഇനി ഡോ വി ബൈ ഡോ സെഡ്. ഡോ വി ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു സെഡ് ആണ്. സോ ഇതിൽ വൈ സ്ക്വയർ ആണ് കോൺസ്റ്റന്റ്, സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. സോ വൈ സ്ക്വയർ ഇൻറ്റു 1. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഓക്കെ, ഇതിൽ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് 2xyz മൈനസ് yz സ്ക്വയർ ആണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടേമിൽ എക്സ് ഇല്ല. സോ ഫസ്റ്റ് ടേം മാത്രം നോക്കിയാൽ മതി, മൈനസ് 2xyz. ഓക്കെ, അപ്പോൾ ഇതിൽ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഈ ടേംസ് കോൺസ്റ്റന്റ് ആവും. ദെൻ എക്സ് മാത്രമേ ഉള്ളൂ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. സോ മൈനസ്
2 into yz. Okay, 2 into x with respect to x ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മൈനസ് 2 into x into y into z ആണ്. ഓക്കെ, അതിൽ എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടേം മാത്രം മാറ്റി എഴുതുമ്പോൾ ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതായത് മൈനസ് 2 into y into z കോൺസ്റ്റന്റ് ആണ്. എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മൈനസ് 2yz എന്ന് വന്നത്. ഓക്കെ, ഇതിൽ മൈനസ് yz² എക്സിന്റെ ടേം ഇല്ല, സോ അത് 0 ആയിപ്പോയി. ഇനി നെക്സ്റ്റ് ഡോ w ബൈ ഡോ y ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലെന്താ മൈനസ് 2x ഇൻറ്റു സെഡ്. ഓക്കെ, അതാണ് മൈനസ് 2xz ആണ് കോൺസ്റ്റന്റ് വരുന്നത്. ദെൻ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. ഓക്കെ, അപ്പോൾ മൈനസ് 2xz. ഇനി മൈനസ് yz² വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് z². ഓക്കെ, ഇനി ഫൈനലി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, ഡോ w ബൈ ഡോ z വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2xyz. സെഡ് കോൺസ്റ്റന്റ്, സോറി സെഡിനെ മാറ്റി മൈനസ് 2xy കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് 2xy മൈനസ് yz² വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് y ഇൻറ്റു 2z. ഓക്കെ, ഇപ്പോൾ മൈനസ് 2yz. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ax is equal to u into dou u by dou x plus v into dou u by dou y plus w into dou u by dou z. ഓക്കെ, ഇപ്പോൾ ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യം തന്നെ u is equal to x square y into dou u by dou x 2xy. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞു. ദെൻ v ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. v എന്ന് പറയുന്നത് y²z. ഓക്കെ, അപ്പോൾ y² ഇൻറ്റു ഡോ യു ബൈ ഡോ വൈയുടെ വാല്യൂ x². ഓക്കെ, ഇൻറ്റു x² പ്ലസ് ഡബ്ല്യൂയുടെ വാല്യൂ മൈനസ് 2xyz മൈനസ് yz². മൈനസ് 2xyz മൈനസ് yz² ഇൻറ്റു ഡോ യു ബൈ ഡോ z. ഓക്കെ, ഡോ യു ബൈ ഡോ സെഡിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 0. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവാം 2 ഇൻറ്റു x³ y² പ്ലസ് x² y² z. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2,1,3 ആയിരുന്നു. ഓക്കെ, 2,1,3 എന്ന് പറയുന്ന പോയിന്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എക്സിനും വൈക്കും സെഡിനും വാല്യൂ കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 2, y ഇസ് ഈക്വൽ ടു 1, ദെൻ സെഡ് ഇസ് ഈക്വൽ ടു 3. അതായത് 2,1,3 എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ 2 യൂണിറ്റ്സും വൈ ഡയറക്ഷനിൽ 1 യൂണിറ്റ്സും സെഡ് ഡയറക്ഷനിൽ 3 യൂണിറ്റ്സും ആണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു x³ എന്ന് പറയുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 8. ദെൻ y² എന്ന് പറയുമ്പോൾ 1² പ്ലസ് x² y² ഇൻറ്റു സെഡ്. x² 2² y² ദെൻ 3. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക 16 പ്ലസ് 12. ഓക്കെ, 28 യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. അതായത് എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് 28 യൂണിറ്റ്സ്. ഇനി സിമിലർലി നമുക്ക് വൈ ഡയറക്ഷനിലുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, വൈ ഡയറക്ഷനിൽ ഉള്ളതിൻ്റെ ഇക്വേഷൻ വരുന്നത് u ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് v ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് w ഇൻറ്റു ഡോ വി ബൈ ഡോ സെഡ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u ഇസ് ഈക്വൽ ടു x² y തന്നെ. ദെൻ ഡോ വി ബൈ ഡോ എക്സ് 0 ആണ്. ഓക്കെ, 0 ആണ്. പ്ലസ് v ഇൻറ്റു വിയുടെ വാല്യൂ y² z. ഓക്കെ, y² z ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 2zy ആയിരുന്നു. ഓക്കെ, 2zy പ്ലസ് ഡബ്ല്യൂയുടെ വാല്യൂ മൈനസ് 2xyz മൈനസ് yz². മൈനസ് 2xyz മൈനസ് yz². ഓക്കെ, ഇൻറ്റു ഡോ വി ബൈ ഡോ സെഡ്. ഡോ വി ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് y². ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ടേം 0 ആയിപ്പോയി. ദെൻ സെക്കൻഡ് ടേം എടുക്കുമ്പോൾ 2 ഇൻറ്റു z² ഇൻറ്റു y³ മൈനസ്, ഓക്കെ, ഈ മൈനസിന് അതായത് ഈ ഒരു ടേമിനെ
വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഈ ഒരു ടേമിനെ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xyz ഇൻറ്റു വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ക്യൂബ് സെഡ്. ഓക്കെ, മൈനസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ആണ്. ഓക്കെ, വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ക്യൂബ് ഇൻറ്റു സെഡ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് എ വൈയുടെ ആൻസർ കിട്ടുന്നുണ്ടാവുക. ദെൻ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ 3 ആണ്. സോ 3 സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ വരുന്നത് 2 ആണ്. ദെൻ വൈയുടെ വാല്യൂ 1 ആണ്. 1 ക്യൂബ് ഇൻറ്റു സെഡ് 3 മൈനസ് വൈയുടെ വാല്യൂ അഗെയിൻ 1 ക്യൂബ് ഇൻറ്റു സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക 3 സ്ക്വയർ 9 ഇൻറ്റു 2 18 മൈനസ് 2 ഇൻറ്റു 2 4 ദെൻ 4 ഇൻറ്റു 3 12 ദെൻ മൈനസ് 9. ഓക്കെ, അപ്പോൾ 18 മൈനസ് 9 എന്ന് പറയുമ്പോൾ ഓക്കെ 9 മൈനസ് 12 ആണ് വരിക. ഓക്കെ, അപ്പോൾ 9 മൈനസ് 12 എന്ന് പറയുമ്പോൾ മൈനസ് 3 യൂണിറ്റ്സ്. വൈ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് 3 യൂണിറ്റ്സ് ആണ്. എക്സ് ഡയറക്ഷനിലുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 28 യൂണിറ്റ്സ്. ഇനി നമുക്ക് സെഡ് ഡയറക്ഷനിലുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സെഡ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ എന്തായിരിക്കും? യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് മൈനസ് 2yz പ്ലസ് വിയുടെ വാല്യൂ വി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ സെഡ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് 2xz മൈനസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ. ഓക്കെ, ദെൻ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് 2xyz മൈനസ് വൈ സെഡ് സ്ക്വയർ മൈനസ് 2xyz മൈനസ് വൈ സെഡ് സ്ക്വയർ. അത് ഡബ്ല്യൂടെ ആയിട്ടുള്ളൂ. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് കൂടെ ഉണ്ട്. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് 2xy മൈനസ് 2yz മൈനസ് 2yz. ഓക്കെ, ഫൈനലി നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടാവുക മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ്. ഓക്കെ, ഇതിൽ ബ്രാക്കറ്റ് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ദെൻ മൈനസ് വൈ സ്ക്വയർ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ ആണ്. സോ വൈ സ്ക്വയർ സെഡ് ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും പുറത്തും 2 ടേംസ് ഉണ്ട്. സോ ആദ്യം ഫസ്റ്റ് ടേമിനെ ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എഗൈൻ എടുത്ത് എഴുതാണെങ്കിൽ മൈനസ് 2xyz മൈനസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2xy മൈനസ് 2yz ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് ടേമിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ അതേപോലെ ഫസ്റ്റ് ടേമിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ സെക്കൻഡ് ടേമിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആയി. സോ 4 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ്. ദെൻ സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. ദെൻ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു 2xy എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. ഓക്കെ, ദെൻ ഫസ്റ്റ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേമിനെ സെക്കൻഡ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സെഡ് സ്ക്വയർ ഇൻറ്റു 2yz ആണ്. സോ 2 ഇൻറ്റു വൈ സ്ക്വയർ സെഡ് ക്യൂബ്. ഓക്കെ,
അപ്പം നമുക്കിതിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്ത് പോകാനുണ്ടോ നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ XY² Z², ഇവിടെയും XY² Z² ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 + 2 6XY² Z² എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ വരുമ്പോൾ ഓക്കെ ഫസ്റ്റ് ടേം അതേപോലെ തന്നെ 4x² y² z പ്ലസ് 6xy² z² പ്ലസ് 2 × y² z³. ഓക്കെ, ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ equal to 4x² y² z plus 6xy² z² plus 2y² z³ ആണ്. ഓക്കെ, ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക 4 × എക്സിൻ്റെ വാല്യൂ 2 1, 3 എന്ന് പറയുന്നതായിരുന്നു പോയിന്റ്. സോ എക്സ് എന്ന് പറയുന്നത് 2² x² എന്ന് പറയുമ്പോൾ 2² y² 1² × 3 പ്ലസ് 6 × എക്സ് എന്ന് പറയുന്നത് 2 × y² എന്ന് പറയുമ്പോൾ 1² × z² എന്ന് പറയുമ്പോൾ 3² പ്ലസ് 2 × y² z³ y² എന്ന് പറയുമ്പോൾ 1² z³ എന്ന് പറയുമ്പോൾ 3³. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടാവുക 123 യൂണിറ്റ്സ് ആണ് ഫൈനൽ ആൻസർ സെഡ് ഡയറക്ഷനിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എക്സ് ഡയറക്ഷനിലുള്ളത് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, സെഡ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ resultant acceleration A is equal to √u² plus v² plus w². ഓക്കെ, അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് ax എന്ന് പറയുന്നത് 28, then -3 28² plus -3² plus 123². ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് റിസൾട്ടന്റ് ആക്സിലറേഷൻ കിട്ടാം 126.18 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇതൊരു പോസിബിൾ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് അത് ചോദിച്ചിരിക്കുന്നത്. സോ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് അറിയേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. ∂u/∂x + ∂v/∂y + ∂w/∂z = 0. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് അതിൽ നമ്മൾ ഈ വാല്യൂസ് ∂u/∂x ഉം ∂v/∂y ഉം ∂w/∂z നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് അതൊരു സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഫീൽഡിലാണ് ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയും ആക്സിലറേഷനും 2, 1, 3 എന്ന് പറയുന്ന ഒരു പോയിന്റിലെ വെലോസിറ്റിയും ആക്സിലറേഷനും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഓൾറെഡി വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ റിസൾട്ടന്റ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ √u² + v² + w² ചെയ്യാം. ദെൻ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ വെലോസിറ്റി വെക്ടർ തന്നിരുന്ന പോലെ ആക്സിലറേഷൻ്റെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലുള്ളത് തന്നിട്ടില്ല. സോ നമ്മൾ അത് ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ദെൻ ഓരോ ടേംസും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ax ay az ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ റിസൾട്ടന്റ് ആക്സിലറേഷൻ വെക്ടർ വരുന്നുണ്ടാവാം. ax എന്ന് പറയുന്നത് 28 ആണ്. 28 i cap minus 3 j cap plus 123 k cap ആയിരിക്കും ആക്സിലറേഷൻ്റെ ആ ഒരു വെക്ടറിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. 28 i cap minus 3 j cap minus 123 k. അതായത് ax into i cap minus ay into j cap പ്ലസ് az into k cap. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ax ay az ആ വാല്യൂസ് ജസ്റ്റ് എഴുതിയതാണ്. ഓക്കെ, ഇനി റിസൾട്ടന്റ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ റൂട്ട് എടുത്താൽ സ്ക്വയർ ചെയ്ത് അതിന്റെ റൂട്ട് എടുത്ത് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, റിസൾട്ടന്റ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2 പാർട്ട് എ ക്വസ്റ്റിനും പാർട്ട് ബിയിലെ ഫസ്റ്റ് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ പാർട്ട് ബിയിലെ സെക്കൻഡ് ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.